ഹായ് ഹലോ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് രാവിലെ തന്നെ സജ്ജിക്കൻ ചായ ഉപ്പുമാവെന്ന് പറയും കുറേ ആൾ, നമ്മൾ സജ്ജിക്കന പിന്നെ പറയല്. ഉപ്പുമാവും ചായയും കുടിച്ചിട്ട് രാവിലെ തന്നെ കിഞ്ഞിനട്ടാ പറയുന്നത്. കുറേ ഇടയെല്ലാം പോകാനുണ്ടായിരുന്നു, അങ്ങനെ രാവിലെ തന്നെ ചായയും കുടിച്ചിട്ട് ഇറങ്ങിയതാണ്. അങ്ങനെ നമ്മുടെ കാസർഗോഡുള്ള റോഡ് നിങ്ങൾക്ക് കാണണ്ടേ, അടിപൊളി റോഡായിനട്ടാ. ഇങ്ങനെ കാസർഗോഡ് ഇങ്ങനെ പോകുമ്പോൾ നല്ല രസമാകുന്നുണ്ട്. അപ്പം ഞാൻ മടിച്ച് വിളിച്ചിട്ട് പോയിനട്ടാ. അങ്ങനെ ഹോസ്പിറ്റലിലേക്കാണ് കേട്ടോ അമ്മ പോയിട്ടുണ്ടായിരുന്നു. ഹോസ്പിറ്റലിലേക്കെല്ലാം പോയിട്ട് വന്നിട്ട് അമ്മ സീ ഫുഡ്, കാസർഗോഡുള്ള സീ ഫുഡ് റെസ്റ്റോറൻറ്റിൽ നിന്ന് ഫുഡ് കഴിച്ചിട്ടാ. നല്ല അടിപൊളി ഫുഡായിനട്ടാ. ഇലയിലുള്ള ചോറായിരുന്നു ഉണ്ടായിരുന്നത്. നല്ല ഉണക്കമീൻ ചമ്മന്തിയും കൂട്ടുകറിയും സാമ്പാറും പിന്നെ ഉണ്ടായിരുന്നു നല്ല സ്കിഡ് റോസ്റ്റ്, കൂന്തൽ റോസ്റ്റ് ഇല്ലേ, ഗീ റോസ്റ്റ് അപ്പോൾ ഉണ്ടായിരുന്നു. നല്ല രസം ഉണ്ടായിന്. പിന്നെ അമ്മ മാഞ്ച് ഫ്രൈയും കൂടി എടുത്തിട്ടുണ്ടായിരുന്നു, അതും നല്ല ടേസ്റ്റ് ഉണ്ടായിന്. അങ്ങനെ നമ്മൾ എല്ലാവരും ഒന്ന് ഫുഡ് കഴിച്ചത് സീ ഫുഡ് റെസ്റ്റോറൻറ്റിൽ നിന്ന് കേട്ടോ. അടിപൊളിയായിട്ടുള്ള ഫുഡാണ്, നല്ല മസാല ഗ്രേവിയിലായിട്ട് നല്ല ടേസ്റ്റ് ആയിട്ടുള്ള റോസ്റ്റായിരുന്നു ഇത്. അപ്പോൾ ഒരിക്കലും കഴിക്കാത്തവരാണെങ്കിൽ ഒരിക്കൽ പോയിട്ട് ട്രൈ ആക്കട്ടെ, അടിപൊളിയായിട്ടുണ്ടായിരുന്നു. അങ്ങനെ അവിടെ നമ്മൾ നേരെ പിന്നെ ഇറങ്ങിയത് ബീച്ചിലേക്കാണ് കേട്ടോ. പള്ളിക്കരയുള്ള റെഡ് മൂൺ ബീച്ചിലേക്കാണ് നമ്മൾ പോയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അവിടെ സ്കൈ ഡൈനിങ്ങിലൊക്കെ ഉണ്ടെന്നുള്ള പറഞ്ഞിട്ട് നമ്മൾ ഒന്ന് നോക്കാമെന്ന് വിചാരിച്ചിട്ട് പോയതാണ് കേട്ടോ. പക്ഷേ അതിൽ ഇരുന്നിട്ടൊന്നുമില്ല കേട്ടോ. ഇരിക്കാൻ നമ്മൾ പോകുന്ന സമയത്ത് കുറച്ച് നേരത്തെ ആയിട്ടുണ്ടായിരുന്നു, ഒരു 3-4 മണിക്കേ പോയിട്ടുണ്ടായിരുന്നു. നല്ല വെയിലുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടന്ന് അങ്ങനെ ഇതൊക്കെ കണ്ടിന് കേട്ടോ. നല്ലൊരു രസമായിരുന്നു കാണുമ്പോൾ തന്നെ. അതൊന്ന് എക്സ്പീരിയൻസ് ചെയ്യാമെന്ന് വിചാരിച്ചു. പിന്നെ കുറച്ച് നേരത്തെ ആണെങ്കിൽ പിന്നെ വേണ്ടാന്ന് വെച്ചിട്ട് ഇറങ്ങി കേട്ടോ. അങ്ങനെ ആയുള്ള കുറച്ചധികം ഫുഡ് സ്പോട്ടൊക്കെ നമ്മൾ എല്ലാം ഒന്ന് ട്രൈ ചെയ്തിട്ടായിട്ട് നമ്മൾ പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും കുറച്ച് നടന്നുകൊണ്ട് പോയിട്ടാ. പിന്നെ ഞാൻ ഉപ്പിലിട്ട മാങ്ങ, നെല്ലിക്ക, പിന്നെ ചോളം, അങ്ങനെ അതുപോലത്തെ അങ്ങനത്തെ എല്ലാം വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഉപ്പിലത്തെ കുറേ ഐറ്റംസൊക്കെ ഉണ്ടായിരുന്നു, അതെല്ലാം വാങ്ങി കഴിച്ചിട്ട് നമ്മൾ ചീസി ഫ്രൈസിലേക്കാണ് കേട്ടോ പിന്നെ രണ്ടാമത് പോയത്. അങ്ങനെ ചീസി ഫ്രൈസും ട്രൈ ആക്കിയിട്ട് അടിപൊളിയായിട്ടുണ്ടായിരുന്നു. പിള്ളേർക്കെല്ലാം വാങ്ങാൻ അങ്ങനെ തന്നെയല്ലേ. പിന്നെ ഇവിടുത്തെ ഈ ജ്യൂസും കൂടി നമ്മൾ ട്രൈ ആക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ലിച്ചി എല്ലാ ഫ്ലേവേഴ്സും ഞമ്മെല്ലാം ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ എല്ലാം ഓരോന്നോരോന്നായിട്ടാണ് കേട്ടോ വാങ്ങിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ എല്ലാവരും ഒന്നിച്ചിരുന്നിട്ട് കഴിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ നമുക്കെല്ലാം അവിടെ പോയെങ്കിൽ ഇതുപോലത്തെ ഫുഡ് സ്പോട്ട് തന്നെ കേട്ടോ നമ്മൾ കൂടുതലായിട്ടും പോലെ ഓരോന്നോരോന്ന് ടേസ്റ്റ് ചെയ്യാറുണ്ട്. അങ്ങനെ അവിടെ നിന്ന് ഐസ്ക്രീമും കഴിച്ച് മറ്റേ മാജിക്കൽ ഐസ്ക്രീം ഇല്ലേ, തുർക്കിഷ് ഐസ്ക്രീമും കൂടി നമ്മൾ പ്രാങ്ക് ചെയ്തിട്ടുള്ള ഐസ്ക്രീം കൂടി കഴിച്ചിട്ടാണ് അവിടെ നിന്ന് വന്നിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ചീസി ഫ്രൈസ് ആവാൻ കുറച്ച് ടൈം എടുക്കുന്നതുകൊണ്ട് നമ്മൾ കുറച്ച് അതിലെല്ലാം പോയിട്ട് കുറച്ച് വീഡിയോസും ഫോട്ടോസും എല്ലാം എടുത്ത് അങ്ങനെ അതിലേ കുറച്ച് നടന്നിട്ടാണ്. അങ്ങനെ ഫൈനലി ചീസി ഫ്രൈസ് റെഡി ആയിട്ടുണ്ടായിരുന്നു. അതിലത്തെ സോസ് എല്ലാം അവർ എടുക്കുന്നുണ്ടായിരുന്നു കേട്ടോ. നല്ലതാണ്. ഇത് കാസർഗോഡ് മാത്രമേ ഉള്ളൂ കേട്ടോ ഇതുപോലത്തത്. കാസർഗോഡ് പള്ളിക്കര ബീച്ചിൽ മാത്രമേ ഇതുപോലത്തെ ഐറ്റംസ് ഇങ്ങനെ കിട്ടുള്ളൂ കേട്ടോ. നല്ല ടേസ്റ്റ് ആകുന്നുണ്ട്. അപ്പോൾ രണ്ടെണ്ണം കേട്ടോ നമ്മൾ വാങ്ങിയിട്ടുണ്ടായിരുന്നത്. രണ്ട് കഴിച്ചിട്ടും ഇവർക്ക് തേഞ്ഞിട്ടൊന്നും ഉണ്ടായിട്ടില്ല. അങ്ങനെ പിള്ളേർ കഴിച്ചോട്ടെന്ന് വെച്ചിട്ടാകുമ്പോൾ നെയ്ല വന്നിട്ട് എൻ്റെ വായിലേക്ക് ഒരു ഫ്രഞ്ച് ഫ്രൈസ് ഇതുപോലെ ഇട്ട് തന്നിട്ടാ. പിന്നെ അത് ഐസ്ക്രീം കഴിച്ചിട്ട് ഓന് പാർക്കിലേക്ക് തന്നെ നേരെ പോയിട്ടാ കളിക്കാൻ. ആടെ എത്തിയിട്ടാകുമ്പോൾ എനിക്ക് പാർക്കിൽ കളിക്കാതിരിക്കാൻ ഓനിക്ക് കഴിയില്ല. അങ്ങനെ നമ്മൾ കുറച്ച് ഊഞ്ഞാലെല്ലാം ആടി. ഓന് പാർക്കിൽ കളിക്കുമ്പോൾ നമ്മൾ കുറച്ച് അടി ചെയ്തിട്ട് ഊഞ്ഞാലെല്ലാം ആടിയിട്ടാ. പിന്നെ അവിടെ എത്തിക്കഴിഞ്ഞാൽ എല്ലാത്തിലും എനിക്ക് ഇരിക്കാൻ കേട്ടോ. പക്ഷേ എല്ലാത്തിലും ഇരുന്ന് കഴിഞ്ഞാൽ പിന്നെ കുറേ ലേറ്റാകും വരാണെന്ന് പറഞ്ഞിട്ട് നമ്മൾ കൂടുതലൊന്നിലും സമ്മതിച്ചിട്ടാണ് ഇതുപോലത്തെ കുറച്ച് പാർക്കിലും പിന്നെ ഗെയിംസ് എല്ലാം കളിച്ചിട്ട് അടന്ന് വന്നിട്ടുണ്ടായിന്. ഒരു സ്ഥലത്തിന് ഒരു 5 മിനിറ്റ് പോലും എനിക്ക് ഇരിക്കാൻ പറ്റുന്നില്ല കേട്ടോ. എല്ലായിടത്തും തുള്ളിച്ചാടിയിട്ട് കളിച്ച് രസിച്ച് എൻജോയ് ആക്കിയിട്ടാണ് വന്നത്. ഇതുപോലത്തെ പാർക്കിലെല്ലാം പോയെങ്കിൽ ഒരു എൻജോയ് ആക്കാണ്ട് വരലില്ല. അതുപോലെ പിന്നെ സ്വിമ്മിംഗ് പൂൾ പോലത്തെ സ്ഥലത്ത് പോയെങ്കിലും ഓനിക്ക് അങ്ങനെ പെട്ടെന്നൊന്നും വരാൻ മനസ്സ് വരില്ല കേട്ടോ. അപ്പം അങ്ങനെ നമ്മൾ ഇനിയും അവിടെ നിന്നെങ്കിൽ പണി കിട്ടുമെന്ന് വെച്ചിട്ട് നമ്മൾ പോകുന്നതെന്ന് പറഞ്ഞിട്ട് ഇറങ്ങി വന്നേ കേട്ടോ. കാരണം കുറേ സമയം നിന്നെങ്കിൽ ഓനിക്ക് കളിച്ചിട്ട് തീരലുണ്ടായില്ല. ആ സമയം കൊണ്ട് നെയ്ലാവും നെയ്യാസും പോയിട്ട് ഷന്നാസും പോയിട്ട് പോപ്കോൺ വാങ്ങിയിട്ട് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അതും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ എല്ലാ ഐറ്റംസും ഞാൻ ഏകദേശം എല്ലാം ട്രൈ ചെയ്തിന് കേട്ടോ. അങ്ങനെ ഞാൻ പോപ്കോൺ ടേസ്റ്റ് ആക്കി കേട്ടോ. അതും നല്ല ടേസ്റ്റ് ഉണ്ടായിന്. പിന്നെയും ഈ കളിയിൽ നിന്ന് മതിയാക്കുന്നേ ഇല്ല കേട്ടോ. കളിയിൽ നിന്ന് മതിയാക്കിയും ശരിയായില്ല എന്ന് വെച്ചിട്ട് ഞാൻ മടന്ന് ഇറങ്ങാമെന്ന് വെച്ച്. പിന്നെ ഓന് കയറുന്നെല്ലാം എന്തെല്ലാം എന്ന് പറയുന്നില്ലേ, അവിടുത്തെ ഏറ്റവും പിള്ളേർക്കെല്ലാം കളിക്കാൻ കഴിയാത്ത അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ അല്ല കേട്ടോ ഓന് കയറുന്നത്. ഇതുപോലത്തെ ഐറ്റംസാണ് കേട്ടോ ഓനിക്ക് വേണ്ടത്. അങ്ങനെ അതെല്ലാം കളിച്ചോട്ട് എന്ന് വിചാരിച്ച പിള്ളേരല്ലേ ഓരോ സമയത്ത് കളിച്ചോട്ട് നിരിച്ചു കേട്ടോ. പിന്നെ ഷൂ എല്ലാം അയക്കാനുള്ള പ്ലാനിലായിന്. എനിക്കൊന്നും തേയാത്തതുകൊണ്ട് ഷൂ കളിക്കാനുള്ള പ്ലാനാകുമ്പോൾ ഞാൻ പറഞ്ഞു ഷൂ ഒന്നും അയക്കണ്ട, ഇതിലെന്നെ കളിച്ചാൽ മതി എന്ന് പറഞ്ഞിട്ടോ. അങ്ങനെ ഊഞ്ഞാലിൽ വെച്ച് ആടുന്നുണ്ടായിരുന്നു കേട്ടോ. ഷനാസ് ആട്ടിയതാണ്. അപ്പോൾ എത്ര എനിക്ക് കഴിയുന്നത് അത്ര വെച്ച് ഓന് ആട്ടിക്കൊണ്ടായിരുന്നു കേട്ടോ ഊഞ്ഞാലിലല്ലോ. സൺഡേ അല്ലാത്തൊരു ഡേ ആണ് കേട്ടോ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആരും ഉണ്ടായില്ല എന്നാണ് കേട്ടോ വിചാരിച്ച്. സൺഡേ ആയിട്ടാണ് കൂടുതൽ ആളുണ്ടാവില്ല. അപ്പോൾ ആരും ഉണ്ടായില്ല എന്നാണ് കേട്ടോ വിചാരിച്ചിട്ടുണ്ടായി. പക്ഷേ ഇഷ്ടം പോലെ ആളുണ്ടായിരുന്നു കേട്ടോ. ആൾക്കാരൊക്കെ ഇങ്ങനെ തിങ്ങി നിറഞ്ഞിട്ടുണ്ടായിരുന്നു. കാരണം ഞങ്ങൾ 3 മണി ഏകദേശം ആ സമയത്താണ് കേട്ടോ പോയിട്ടുണ്ടായിരുന്നത്. എന്നിട്ടും ആൾക്കൊന്നും ഒരു കുറവുണ്ടായിട്ടാ. പിന്നെ ഞാൻ അവിടെ നിന്ന് ഇറങ്ങിയില്ല, അങ്ങനെ ശരിയാവില്ല എന്ന് വെച്ചിട്ട് ഞമ്മ അവിടെ നിന്ന് ഇറങ്ങിയിട്ടാ. അങ്ങനെ ഓരോരോ കളിയും കളിച്ചുകൊണ്ട് ഇങ്ങനെ നടന്നുകൊണ്ട് പോകുന്നുണ്ടായിരുന്നു കേട്ടോ. വെറുതെ പുറലിരിക്കുമ്പോൾ ഇങ്ങനെ ഇതുപോലെ നടക്കാമെന്ന് വെച്ചിട്ട് ഞമ്മ ഇറങ്ങിയതാണ്.
അങ്ങനെ നമ്മൾ നല്ല എൻജോയ് ചെയ്തിട്ട് പള്ളിക്കര ബീച്ചിൽ നിന്ന് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഈ സ്കൈ ഡൈനിങ് പള്ളിക്കര ബീച്ചിൽ വന്നതുകൊണ്ട് കൂടുതൽ പേരും അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ അത് എക്സ്പീരിയൻസ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്നും കൂടി ഒന്ന് എക്സ്പീരിയൻസ് ചെയ്ത് കേട്ടോ. അടിപൊളി എക്സ്പീരിയൻസ് ആവുമെന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട്. പക്ഷേ ഞാൻ ഇരുന്നിട്ടാ, ഞാൻ ഒറ്റക്കാര്യം ഇരിക്കേണ്ടെന്ന് വിചാരിച്ചിട്ടാണ് ഇരിക്കാത്തത്. കുട്ടികൾക്കൊക്കെ പേടിയായിരുന്നു, അതിൽ ഇരുന്നിട്ടാകുമ്പോൾ പേടിയാകും, വീണ് പോകും അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് പേടിയായത് കൊണ്ട് അങ്ങനെ ഇരുന്നിട്ടാ. പിന്നെ നമ്മൾ റെഡ് മൂൺ ബീച്ചിൽ നിന്ന് നമ്മൾ ഇറങ്ങിയിട്ടാ. അങ്ങനെ ഇറങ്ങിയിട്ട് ഒരു കാറിൽ ഇരുന്നിട്ട് ഗുസ്തി ആയിക്കോണ്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഞാൻ ആ ക്യാമറ ഓണാക്കി വെച്ചായിരുന്നു. ഗുസ്തി എന്ന് പറഞ്ഞെങ്കിൽ കാറിൽ ഇരുന്നെങ്കിൽ ഒരു അടങ്ങിയിരിക്കില്ല, ഇങ്ങനെ തോണ്ടിക്കോണ്ടാവും. അപ്പോൾ ക്യാമറ ഓണാക്കി വെക്കുമ്പോൾ കുറച്ച് അടങ്ങി നിൽക്കുമല്ലോ എന്ന് വെച്ചിട്ട് അങ്ങനെ ക്യാമറ ഓണാക്കി വെച്ചാട്ടാ. വെറുതെ കൈ കൊണ്ട് ഇങ്ങനെ നിള്ളലും പിച്ചിലാണ് കേട്ടോ ഇവരെ സ്ഥിരം പരിപാടി. ചെറുത് വലുത് തൊട്ടൊന്നുമില്ല കേട്ടോ. നെയ്ല ഒന്നും കുറവൊന്നുമല്ല. അവള് നെയ്യാതിനും കാട്ടി ചെറുതായിട്ടാണ് കേട്ടോ കളിക്കൽ. അങ്ങനെ പിച്ചും മാതുന്നത് കൊണ്ട് ഞാനങ്ങനെ ക്യാമറ ഓണാക്കി വെച്ചാണ്. പിന്നെ റോഡിലൊക്കെയാണെങ്കിൽ അടിപൊളി വൈബാണ് കേട്ടോ. ഇപ്പോൾ റോഡിൽ കൂടി പോകാൻ നല്ല രസമാണ്. നമ്മൾ കാസർഗോഡ് നിന്ന് നമ്മളെപ്പോലെ കോട്ടൂരിലേക്ക് എത്തുന്ന സമയം അറിയുന്നില്ല കേട്ടോ. അത്രക്കും പെട്ടെന്ന് 20 മിനിറ്റ് കൊണ്ടൊക്കെ എത്തുന്നുണ്ട് കേട്ടോ. മുന്നേ 3/4 മണിക്കൂർ എത്തുന്ന സ്ഥലം ഇപ്പോൾ ആകെ 20 മിനിറ്റ് കൊണ്ട് എത്തുന്നുണ്ട്. അപ്പോൾ അതും കൂടി നല്ലൊരു അടിപൊളി എൻജോയ്മെൻറ്റിലാണ് കേട്ടോ നമ്മൾ ഇന്ന് ടൗണിൽ പോയിട്ട് വന്നിട്ടുണ്ടായിരുന്നത്. അങ്ങനെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി. അതിനെ കുറച്ച് സാധനം വാങ്ങിക്കാനാണ് കേട്ടോ. അതെല്ലാം സൂപ്പർ മാർക്കറ്റിൽ നിന്ന് വാങ്ങിച്ചതിന് ശേഷം നമ്മൾ നേരെ പെരുക്ക് വിട്ടിട്ടാണ്. പെരുക്ക് വിട്ടിട്ട് പോവിലേക്ക് എത്തുമ്പോൾ ഒരു ആക്സിഡൻറ്റ് ഉണ്ടായിരുന്നു കേട്ടോ. നമുക്ക് ലൈവായിട്ട് ആക്സിഡൻ്റ് ഒക്കെ ഉണ്ട് കേട്ടോ. ആക്സിഡൻറ്റ് മീൻസ് ബസ്സിൻ്റെ ടയർ പൊട്ടിയത് കേട്ടോ. ബസ്സിൻ്റെ ടയർ പൊട്ടിച്ച് നമുക്ക് ദൂരത്തുനിന്ന് പുക ഇങ്ങനെയൊക്കെ കാണുന്നത്. അപ്പോൾ ഞാൻ വെച്ചാൽ എന്തോ തീ എന്തൊക്കെ വരുന്നുണ്ട്. അപ്പോൾ അത് നമ്മൾ കുറച്ച് ലോങ്ങിൽ വിട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ നമ്മൾ ആ തിരക്കിൻ്റെ ഇടയിൽ നമ്മൾ വിട്ടിട്ടാ. കുറേ ലേറ്റായിട്ടുണ്ടായിരുന്ന സമയം. അങ്ങനെ നമ്മൾ അവിടെ തന്നെ കഴിഞ്ഞിട്ട് നമ്മൾ നേരെ പെരുക്ക് വന്നിട്ടാ. പെരുക്ക് വന്നിട്ട് മസാല ദോശക്കെല്ലാം അരച്ചിട്ട് മസാല ദോശ ഇട്ടിട്ടാണ് കേട്ടോ ഇന്നത്തെ രാത്രിത്തെ ഫുഡ്. നല്ല അടിപൊളി മസാല ദോശയായിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ മസാല ദോശ ചുട്ടിട്ട് നമ്മൾ കിടന്നുറങ്ങി കേട്ടോ. അപ്പോൾ എൻ്റെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. പുതിയൊരു വീഡിയോ ആയിട്ട് നമ്മൾ നാളെ വീണ്ടും വരും. അതുവരേക്കും ബായ്.